GNM ഓർ BSc നഴ്സിംഗ്, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം. അപ്പോൾ ആർക്കൊക്കെ GNM നമുക്ക് അഡ്മിഷൻ എടുക്കാം, ഏതൊക്കെയാണ് അതിൻ്റെ സ്കോപ്പ്, എന്തൊക്കെയാണ് അതിൻ്റെ സാലറി സ്കെയില്, അതുപോലെ വിദേശത്തുള്ള സ്കോപ്പും കാര്യങ്ങളും, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സ്റ്റുഡൻസിനൊക്കെ ഷെയർ കൊടുക്കുക, അവർക്കൊക്കെ യൂസ്ഫുൾ ആവട്ടെ. നഴ്സിംഗ് മാത്രമല്ല, പലതരത്തിലുള്ള മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് നമ്മൾ അതിനുള്ള അഡ്മിഷനും കാര്യങ്ങളും അസിസ്റ്റൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് അയയ്ക്കുക. ഓർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു കൺസേൺ ആണ്, ഞാൻ +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, കൊമേഴ്സ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് നഴ്സിംഗിന് പോകാൻ പറ്റിയില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇവർ +2 കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഒരു ചിന്താഗതി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ +2 കഴിഞ്ഞത് നിങ്ങൾ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ പഠിച്ച സ്റ്റുഡൻസ് ആണ്, ഒരിക്കലും വിഷമിക്കണം. നിങ്ങൾക്ക് BSc നഴ്സിംഗ് ഇല്ലെങ്കിലും GNM നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഓൾമോസ്റ്റ് സിമിലർ ആണ്. 3 ഇയർ കോഴ്സ് ആൻഡ് 4 ഇയർ കോഴ്സ് ഡിഫറൻസ് ആണ്. സാലറിയിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നിങ്ങൾക്ക് GNMന് നിങ്ങൾക്ക് കേരളത്തിലോ കർണാടകയിലോ നിങ്ങൾക്ക് സീറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലോ കർണാടകയിലോ അങ്ങനെ ഇന്ത്യയിലെ പല സ്റ്റേറ്റിലോ നിങ്ങൾക്ക് BSc നഴ്സിംഗ് GNMന് സീറ്റ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് സീറ്റ് എടുക്കാവുന്നതാണ്. ഒരുപാട് പേര് പറയുന്നതാണ് പഠിക്കാൻ പാടാണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പഠിക്കാൻ പാടാണെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോഴ്സും പഠിക്കാൻ പാടായിരിക്കും, എല്ലാത്തിനും അതിൻ്റെതായ പാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗ് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിദേശത്ത്, യൂറോപ്യൻ രാജ്യത്ത്, അതുപോലെ GCC കൺട്രീസിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു സാലറിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ഈ ഒരു കോഴ്സിൻ്റെ സ്കോപ്പ്. BSc നഴ്സിംഗ് ആണെങ്കിലും GNM ആണെങ്കിലും ഒരുപോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നഴ്സിംഗ് എടുക്കണോ വേണ്ടയോ, ഇനിയിപ്പോൾ എടുക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ച് സമയം കളയാണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് നഴ്സിംഗിന് സീറ്റ് ഉറപ്പിക്കാവുന്നതാണ്. അതിനൊരു പ്രശ്നമില്ല. അത് കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഏത് സ്ട്രീമിലാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ +2 ബയോളജി സയൻസ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും BSc നഴ്സിംഗ് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ സയൻസ് അഥവാ കൊമേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് GNM ചൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് നഴ്സിംഗ് കോളേജിൻ്റെ അഫിലിയേഷൻ ചെക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഇടാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഏജൻസികൾ വഴി അഡ്മിഷൻ എടുത്ത് ഏജൻസികൾക്ക് ഫീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. അപ്പോൾ മണ്ടത്തരം കാണിക്കാണ്ടിരിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഏജൻസികൾക്കല്ല നമ്മൾ പൈസ കൊടുക്കേണ്ടത്, നമ്മൾ കോളേജിലേക്ക് ഡയറക്റ്റ് ഫീസ് അടയ്ക്കുക. പല ഏജൻസികളും പല എമൗണ്ടും പല കമ്മീഷനും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള കുഴിയിൽ പോയി ചാടാണ്ടിരിക്കുക. ഒരുപാട് പല കോളേജിലും പോയി പഠിക്കുക, അവിടെ ബുദ്ധിമുട്ടി കിടക്കുന്ന കുട്ടികളെ നമുക്കറിയാം. പഠിക്കാൻ പറ്റാണ്ട് പല പ്രശ്നങ്ങളിലും, പല റാഗിങ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചും കണ്ടും ചെയ്യുക. അപ്പോൾ ഈ തോണത്തെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ വ്യക്തമായി നിങ്ങൾ ഉറപ്പ് വരുത്തുക, നമ്മൾ നല്ലൊരു ട്രാക്കിലൂടെയാണ് പ്രൊസീജിയേഴ്സ് ചെയ്ത് പോകുന്നതെന്ന് ഉറപ്പ് വരുത്തുക. മണ്ഡലത്തിൽ പോയി ചാടാണ്ടിരിക്കുക. അതുപോലെ തന്നെ കർണാടകയിൽ അതുപോലെ പല സ്റ്റേറ്റിൽ ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഭീഷണികൾ വരെ നടക്കുന്നുണ്ട്. അപ്പോൾ കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാം വ്യക്തമായുള്ള, ഇപ്പോൾ മണി ട്രാൻസ്ഫർ ആണെങ്കിൽ അതിന് രേഖകൾ കയ്യിൽ വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കുക, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നഴ്സിംഗ് അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. GNMൻ്റെ ഫീസ് സ്ട്രക്ചർ നമ്മുടെ ഇന്ത്യയിൽ പല കോളേജസിലും, അത് പല സ്റ്റേറ്റ് ബേസ് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 3 lakhs to 6 lakh വരെ ഉണ്ട്. 3 lakh എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കോളേജ് ഉണ്ടാവും. 6 lakh എന്ന് വെച്ചാൽ പ്രീമിയം ഫെസിലിറ്റീസിൽ പഠിക്കാൻ പറ്റും. അതുപോലെ AC ഉള്ള കോളേജ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഡിഫറൻസ് ആണ് ഫീസ് സ്ട്രക്ചറിൽ വരുന്നത്. 3 to 6 lakh ആണ് നിങ്ങൾക്ക് GNMനുള്ളൊരു ഫീസ് സ്ട്രക്ചർ വരുന്നത്. സോ നിങ്ങൾക്ക് ഓരോ കോളേജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫീസ് സ്ട്രക്ചറും, അവരുടെ മാനേജ്മെൻറ്റിൻ്റെ പല കോളേജിനും പല മാനേജ്മെൻറ്റും പല രീതികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, മെസ്സേജ് അയക്കുക. നമ്മൾ അതിനുള്ള എല്ലാ ഹെൽപ്പും കാര്യങ്ങളും ചെയ്യുന്നതാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. താങ്ക് യു.